ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോകത്തെ മുഴുവൻ ദുഷ്ടന്റെ കരങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ദൈവം തന്നെ മനുഷ്യനായി അവതരിക്കുന്ന അപൂർവങ്ങളിലെ അപൂർവത്തിന് ഒരിക്കൽ മാത്രം നടക്കുന്ന സംഭവത്തിന് സാക്ഷ്യം വഹിക്കാൻ ജനത്തെ ഒരുക്കേണ്ടതുണ്ട്. കാരണം അന്നുവരെ ലോകചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത, മനുഷ്യന്റെ ഭാവന കൊണ്ടോ ബുദ്ധി കൊണ്ടോ കണ്ടുപിടിക്കാനോ കണ്ടെത്താനോ സാധിക്കാത്ത വലിയ അത്ഭുതം, യഹൂദ ജനത നൂറ്റാണ്ടുകളായി കാത്തിരുന്ന രക്ഷകന്റെ കടന്നുവരവ്, അത് ചരിത്രത്തെ തന്നെ രണ്ടായി പകുത്തു. ലോകത്തിന് മനസ്സിലാക്കാൻ പറ്റാത്ത ഈ വലിയ രഹസ്യത്തെ ആരു വെളിപ്പെടുത്തും? അത് സാധാരണ പോലെ ശാരീരികതയിൽ ജനിക്കുന്ന ഒരുവന് സാധിക്കുകയില്ല. അതിനാൽ അത് വിളിച്ചു പറയേണ്ടവന്റെ, ജനത്തെ ഒരുക്കേണ്ടവന്റെ ജനനവും വലിയ ഒരുക്കത്തിൻ്റെതാവേണ്ടതുണ്ട്. മനുഷ്യബുദ്ധി കൊണ്ട് ഗ്രഹിക്കാവുന്നതിലും അപ്പുറമാവണം അവന്റെയും ജനനം. ജഡികതയ്ക്കപ്പുറമുള്ള ഒരാത്മീയ ജനനമാവേണ്ടതുണ്ട്. ഗർഭത്തിൽ തന്നെ രക്ഷകന്റെ മുന്നേ കൂട്ടിയുള്ള സന്ദർശനവും അരൂപിയുടെ നിറവും കൊടുക്കുന്നു. അവന്റെ മാതാപിതാക്കൾ ദൈവാത്മാവിനാൽ നിറയപ്പെടാൻ സ്വർഗം ഇടപെടുന്നു, ദൂതുമായി എത്തുന്നു. എന്നിട്ട് 9 മാസക്കാലം ബാഹ്യ സംസാരം പോലും ഇല്ലാതാക്കി ദൈവിക വെളിപാടുകളിൽ മാത്രം ശ്രദ്ധിക്കാൻ ആ പിതാവിനെ, സക്കറിയായെ സജ്ജമാക്കി. അവന്റെ അമ്മയും മനുഷ്യരുടെ മുമ്പിലുള്ള പ്രത്യക്ഷപ്പെടലിൽ നിന്നും അകന്നു നിന്നു. സ്വർഗം നൽകുന്ന വലിയ രഹസ്യത്തിന്റെ ചുരുളഴിഞ്ഞു കിട്ടാൻ മാനുഷിക സംസാരമോ സംസർഗങ്ങളോ ഉണ്ടാവാൻ പാടില്ല. ജനഹൃദയങ്ങൾ അശുദ്ധിയിൽ നിന്ന് അകന്നു നിൽക്കണം. ദുഷ്ടനിൽ നിന്ന് രക്ഷിക്കാൻ വരുന്നവനെ രക്ഷകനായി സ്വീകരിക്കുവാൻ, അവനെ തിരിച്ചറിയുവാൻ ജനത്തെ ഒരുക്കുവാൻ വന്ന സ്നാപകന്റെ ജനനത്തിലുള്ള ഒരുക്കം ഇപ്രകാരമായിരുന്നെങ്കിൽ, അവന്റെ വരവറിയിക്കാൻ പിതാവിന്റെ നാവുകളുടെ കെട്ടഴിയുന്നു, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പ്രഘോഷിക്കുന്നു. 9 മാസം ദൈവിക സംസർഗത്തിൽ മാത്രമായിരുന്നവന് പിന്നീട് ദൈവിക ഭാഷയെ വശമുള്ളൂ. ജഡത്തിന്റെ അഥവാ ലോകത്തിന്റെ എല്ലാം എടുത്തു മാറ്റപ്പെട്ടു. പിന്നെ ദൈവിക പ്രവചനങ്ങളായി. നമ്മെയും നമ്മുടെ കൂടെയുള്ളവരെയും ദൈവിക സംസർഗത്തിലേക്ക് ക്ഷണിക്കുവാൻ സ്വർഗം പല മാർഗങ്ങളും ഉപയോഗിക്കും. അതിൽ ചിലതാണ് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പെട്ടെന്നുള്ള വേർപാട്, നിലച്ചിരിക്കാത്ത നേരത്തുള്ള അപ്രതീക്ഷിത രോഗങ്ങൾ, തെറ്റിദ്ധാരണകൾ, ചെയ്യാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള കുറ്റപ്പെടുത്തലുകൾ, തരം താഴ്ത്തലുകൾ, അങ്ങനെ പലവിധത്തിലുള്ള സഹനങ്ങൾ. എന്നാൽ ഇവയ്ക്ക് ശേഷമുള്ള നമ്മുടെ വളർച്ചയെ ആർക്കും തടഞ്ഞു നിർത്താൻ പറ്റില്ല. നാം ദൈവിക മേഖലയിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കും. ഇന്ന് നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിലെ ഓരോ സഹനങ്ങളെയും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി സമർപ്പിച്ച് അവയെ സ്വർഗത്തിന്റെ സമ്മാനമായി നമ്മുടെ ജീവിതങ്ങളിലേക്ക് സ്വീകരിക്കാം. അവയെല്ലാം അനേക ആത്മാക്കളുടെ രക്ഷയ്ക്കായി അവിടുത്തെ കുരിശിനോട് ചേർത്ത് വയ്ക്കാം. അവ തരുന്ന പാഠങ്ങൾ അങ്ങനെ അനേകായിരങ്ങൾക്ക് രക്ഷയിലേക്കുള്ള വാതായനങ്ങൾ തുറക്കട്ടെ. ആമേൻ.